ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്കങ്ങനെ സ്നാപ്ചാറ്റിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സ്നാപ്ചാറ്റിൽ അങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനെ സ്നാപ്ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു നെയിം ഇവിടെ ടൈപ്പ് ചെയ്തോളൂ. ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു നെയിം ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. നെയിം ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂസർ ID യൂസർ നെയിം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടുന്ന് യൂസർ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ യൂസർ നെയിം ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂസർ നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എന്താണ്, ഈ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ എന്തെങ്കിലും ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ വന്നിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഓട്ടോമാറ്റിക് ഫോൺ നമ്പർ വന്നെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിനിഷ് കൊടുക്കാൻ പാടില്ല. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽ ഒന്നും കൊടുക്കാൻ പാടില്ല. ഇവിടെ അടിയിലായിട്ട് യൂസ് ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയി കഴിഞ്ഞാൽ മതി. അതിനുശേഷം മടിയിലെ യൂസ് ഇമെയിൽ അഡ്രസ്സ് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഇമെയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫേക്ക് ഇമെയിൽ ID കൊടുക്കണം. ഇങ്ങനെ ഫേക്ക് ഇമെയിൽ ID കിട്ടാതെ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ എൻ്റെ ഗൂഗിളാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റെ ഗൂഗിളാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രൗസർ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം സെർച്ചിൽ എന്ത് ചെയ്യുക, ടംബമെയിൽ എന്ന് സെർച്ച് ചെയ്യുക. ടംബമെയിൽ എന്ന് സെർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇതേ ലോഗോ കാണുന്ന ഫസ്റ്റ് തന്നെ കാണുന്ന ഈ സൈറ്റിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു Gmail ID കാണാൻ സാധിക്കും. ഇതൊക്കെ ഫേക്ക് ഇമെയിൽ ID ആണ്. നിങ്ങൾക്ക് ഈ ഇമെയിൽ ID ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അടിയിലോട്ട് നീക്കിയാൽ ഇവിടെ ചേഞ്ച് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഇമെയിൽ ID കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്നാപ്ചാറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്ത് ഇമെയിൽ ID ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫേക്ക് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ അടിയിലായിട്ട് നിങ്ങൾക്ക് ആരൊക്കെ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രണ്ട്സ് ആക്കാവുന്നതാണ്. അതിനുശേഷം ആഡ് ഫ്രണ്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ക്രിയേറ്റ് യുവർ ഇമേജ് എന്നാണ് സാധിക്കും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഇതാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അവിടെ സ്കിപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫേക്ക് സ്നാപ്ചാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാരും ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ ഞാനും എൻ്റെ ചാനലിൽ യാതൊരു കാരണവശാലും ഉത്തരവാദിയല്ല. എന്നാൽ പിന്നെ അടിപൊളി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.